ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയും അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പിൻ്റെ ഫീച്ചേഴ്സുകൾ ഒരുപാട് കൂട്ടാൻ സാധിക്കും. ഏകദേശം വാട്സപ്പ് നമുക്ക് നൽകുന്നതിനേക്കാൾ ഇരട്ടിയോളം, ഏകദേശം 15-20 ഫീച്ചേഴ്സുകൾ എക്സ്ട്രാ ആഡ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ വന്നിരിക്കുന്ന സ്റ്റാറ്റസുകളെല്ലാം ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സേവ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും പോസ്റ്റുകൾ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് എടുത്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് GIF മെസ്സേജുകൾ ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി GIF മെസ്സേജുകൾ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രിയേറ്റ് ന്യൂ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ സ്റ്റാറ്റസുകൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങളുടെ പേരിലും മറ്റുമൊക്കെ നല്ല സ്റ്റാറ്റസുകൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസായിട്ട് ഇടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പേജാണിത്. ഇതും നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ലോങ് വീഡിയോസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ഏതൊരു ലോങ് ആയിട്ടുള്ള വീഡിയോസുകളും 15 സെക്കൻഡിൽ അല്ലെങ്കിൽ 30 സെക്കൻഡിൽ കൂടുതലുള്ള വീഡിയോസുകൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സ്റ്റോറീസ് ഓഫ് സ്റ്റാറ്റസ്, നിങ്ങൾക്ക് നല്ല സ്റ്റോറീസുകൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ഒരുപാട് സ്റ്റോറീസുകളുണ്ട്. നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ചാറ്റ് വിത്ത് അൺസേവ്ഡ് നമ്പർ, നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യാതിരിക്കുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് നമ്പർ മെസ്സേജ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അയക്കാൻ സാധിക്കും. അതിനും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നമ്പർ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഫോർവേഡ് ടു ആൾ വാട്സപ്പ് കോൺടാക്ട് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒന്നിച്ച് മെസ്സേജുകളും മറ്റുമൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലായിരുന്നാലും ശരി ഒരുപാട് പേർക്ക് ഒന്നിച്ച് മെസ്സേജുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചറിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്വിക്ക് റീപ്ലൈ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഡിറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഒരാൾക്ക് റീപ്ലൈ മെസ്സേജ് വളരെ പെട്ടെന്ന് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ വന്നുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെർച്ച് പ്രൊഫൈൽ ഓൺ വാട്സപ്പ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റാരെങ്കിലും വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് നിലവിലുണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വാട്സപ്പ് നമ്പറിലെയും വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് അവരുടെ വാട്സപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ വാട്സപ്പ് പ്രൊഫൈൽ ഏതാണെന്ന് കാണാനും സാധിക്കും. അതുപോലെ തന്നെ ആ നമ്പർ വാട്സപ്പിൽ നിലവിലുണ്ടോ എന്ന് അറിയാനും സാധിക്കും എന്നുള്ളതാണ്. അതും ഉപയോഗിച്ച് നോക്കാം. അതുപോലെ തന്നെ ഫണ്ണി മെസ്സേജുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് ഫണ്ണി മെസ്സേജ്, ഇഷ്ടംപോലെ ഫണ്ണി മെസ്സേജുകൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തും അതുപോലെ തന്നെ നല്ല സ്റ്റൈലുകളിലും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ടെസ്റ്റ് റിപ്പീറ്റ്, ഒരു മെസ്സേജ് തന്നെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് MT മെസ്സേജുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ വന്നിട്ട് നിങ്ങൾക്ക് MT മെസ്സേജുകൾ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കുമെന്നതാണ്. ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ റിക്കവർ ഡിലീറ്റഡ് മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇത് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അവർ അത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഡിലീറ്റ് ആയാലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ആയ മെസ്സേജുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഫീച്ചർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് മാത്രമല്ല ഇനിയുമുണ്ട്. താഴോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ടൈം ഓഫ് ചാറ്റ്, മീഡിയ ഷെയർഡ്, ആക്റ്റീവ് ഓരോ ദിവസം, ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റിക്കറുകൾ ഇവിടെ നിന്ന് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾക്ക് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ മേക്കർ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റിക്കറുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ട്രെൻഡിങ് GIF അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാറ്റസ് പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ടൂൾസുകളും മറ്റുമൊക്കെ ലഭ്യമാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.